കൊണ്ട് നിറയെ മാലകള്, പാദസരം, അങ്ങനെ കുറെ ഉണ്ടാക്കി വെക്കും. അവസാനം ഇങ്ങനെ കണ്ണ് തുറന്ന് ബോധം വന്നിട്ട് നോക്കിയപ്പോ അടുത്ത് കിടക്കുന്നത് ആരാണ്? അടുത്ത് കിടക്കുന്നത് ആൺകുഞ്ഞാണ്. ഇതെങ്ങനെ സംഭവിച്ചേന്ന് പറയും. അപ്പൊ എന്നിരുന്നാലും കുഴപ്പമില്ല, ഞാനൊക്കെ ഉണ്ടാക്കിയതല്ലേ. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ അലങ്കാരപ്രിയനാവാനുള്ള കാരണം എന്തായിരുന്നു? പെൺകുട്ടികളെ പോലെ അണിയിച്ചൊരുക്കി നമ്മുടെ യശോദമ്മ. യശോദമ്മയുടെ ആ ഗർഭാവസ്ഥയിൽ എന്താണോ പുള്ളിക്കാരത്തി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നടന്നത്, അതുപോലെ ഞാൻ എന്തായാലും ഉണ്ടാക്കി. ഞാൻ പെൺകുഞ്ഞാണ് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. എനിക്ക് ആൺകുഞ്ഞാണെങ്കിൽ ഞാൻ ആൺകുഞ്ഞിനെ പെണ്ണിനെ പോലെ വളർത്തുന്നു പറഞ്ഞിട്ടാണ് എന്താണ് നമ്മുടെ കൃഷ്ണന് ഇങ്ങനെ കുറെ മാലകളും വളകളും ഡ്രസ്സും പീലിയും പൊട്ടൊക്കെ വെക്കുമ്പോ ഗോപിക്കുറിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ കുത്തായിട്ട് വെക്കും. അങ്ങനെ ദൃഷ്ടി പൊട്ടുകൾ, അങ്ങനെ പല ഡിസൈനില് നിറയെ വളയിട്ട് കൊടുക്കുക, പാദസരം ഇട്ട് കൊടുക്കുക, അരഞ്ഞാണ് ഇട്ട് കൊടുക്കുക, മാലകൾ ഇട്ട് കൊടുക്കുക, അങ്ങനെയുള്ള സംഭവം